ഹലോ ഗായ്സ്, നമ്മളിതാ ഇപ്പോൾ ഉള്ളത് പുത്തനത്താണിയുള്ള ഒരു എക്സ്പോയിലാണ്. മറൈൻ മിറാക്കിൾ എന്നാണ് അതിൻ്റെ പേര്. ഇത് ഫസ്റ്റ് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല ക്യൂട്ടായിട്ടുള്ള കളർ സ്മോൾ ഫിഷസ് ഉണ്ടാവും കേട്ടോ. ഭയങ്കര രസമുണ്ട് അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതിലേക്ക് പോവാം. ഇവിടെ കുറേ മീനുകളുണ്ട്. അടുത്തതും വെറൈറ്റി മീനുകളാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. എന്തോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലുള്ള മീനുകളാണ്. അടുത്തത് വരുന്നുണ്ടത് ഒരു സീബ്ര ലൈൻ ഫിഷാണ്. അതും കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഫുള്ളി ബ്ലാക്കായ മീനുകളും ഉണ്ട്. പിന്നെ ഈ സൈഡിൽ കാണുന്നത് നമ്മൾ വെള്ളത്തിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന പോലെയാണ്. ഇതും വേറൊരു അടുത്ത മീൻ. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. അതവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഞാനത് വായിക്കാനൊന്നും പോയിട്ടില്ല. അടുത്തതിലേക്ക് പോകുമ്പോൾ അടുത്തതും ഒരു വെറൈറ്റി മീനുകളാണ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് വൈറ്റാണ് കേട്ടോ. വൈറ്റ് ഭയങ്കര രസമുണ്ടായിരുന്നു കാണാൻ. അത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് കുറച്ച് ഓസ്കാറുകൾ കാണാൻ പറ്റുന്നുണ്ട്. ഓസ്കാർ ഫിഷ്, അതിൻ്റെ പേര് മാത്രമേ എനിക്കറിയുള്ളൂ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് സൂം ചെയ്തിട്ടാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്. ആകെ അതിൽ ഓസ്കാർ അല്ലാത്തൊരു മീന് മാത്രമാണ് ഓടിക്കളിച്ചിരുന്നത്. ബാക്കിയുള്ള എല്ലാവരും മൂഡ് ഓഫ് ആയിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു അവരങ്ങനെ നീന്തൂല എന്നാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ്. പോകുമ്പോൾ തന്നെ വലിയൊരു മീനുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. സൈഡിലും എല്ലാവരും മൂഡ് ഓഫാണ്. ഭയങ്കര തിരക്കുമാണ്. അപ്പോൾ വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. ആരും നീന്തുന്നുമില്ല കേട്ടോ. എല്ലാവരും കിടക്കുകയാണ്. തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും നല്ലതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അതാ ഇവിടെ അടുത്തതിലേക്ക് വരുമ്പോൾ മുകളിലൊക്കെ മീനുകൾ പായുന്നുണ്ട്. അടിയിൽ അതേ മീനുകൾ വലുതൊക്കെ കിടക്കുകയാണ്. ചെറുതൊക്കെ മുകളിൽ നീന്തി കളിക്കുന്നുണ്ട്. മുകളിൽ പുതിയ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. നല്ല ക്ലിയറാണ്. വലുതും മുകളിലുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴാണ് കാണുന്നത്. ഇത് ഓരോന്നായിട്ടാണ്. ഒരിതിൽ ചെറിയതും മറ്റേതിൽ വലുതൊക്കെ ആയിട്ടാണ്. ഇത് ഫുൾ ഒരു മീഡിയം സൈസുള്ള ഫിഷസാണ്. അതിൽ ഇടയ്ക്കിടയ്ക്ക് സ്മോളൊക്കെ ഉണ്ട്. ഈ വൈറ്റിനെ കാണാൻ ഭയങ്കര രസമുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ തൊട്ട് കാണിച്ചത്. മൊത്തം കുറേ മീനുകളുണ്ടായിരുന്നു. അടുത്തേക്ക് വരുമ്പോൾ പച്ച നല്ല ചെറിയ മീനുകളാണ്. എന്നാലും നമ്മുടെ കയ്യിൻ്റെ വലുപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് അടുത്തത് കാണുന്നത് നമ്മളൊരു ആമേനെയാണ് കേട്ടോ. അമ്മ ഇങ്ങനെ പകുതി വെള്ളത്തിൽ കിടക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വേറെ എന്തോ ഒരു മീനുണ്ട്. ആ മീനെ എനിക്കറിയില്ല, പേരൊന്നും അറിയില്ല. എന്തോ ഒരു തലഭാഗം തടിച്ചിട്ടുള്ളൊരു മീനാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഇഗ്വാന ഇങ്ങനെ ഉറങ്ങുന്നുണ്ടായിരുന്നു. നമ്മളെത്ര വിളിച്ചിട്ട് എണീക്കുന്നില്ല. ആൾ ഉറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കുറേ തട്ടിയൊക്കെ നോക്കിട്ടോ. സൗണ്ടൊന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു ചേട്ടൻ ഇവിടെ അങ്ങനെ പാമ്പിനെ തോളത്തിടാൻ വേണ്ടിയിട്ട്, നമുക്ക് തോളത്തിടാനൊക്കെ പറ്റും. പക്ഷെ ഞങ്ങൾക്ക് പേടിയായതുകൊണ്ട് ഞങ്ങളൊന്നും ചെയ്തില്ല. പിന്നെ ഉള്ളത് മെർമെയ്ഡ് ഷോ ഉണ്ട് കേട്ടോ. ടിക്കറ്റ് വെറും 100 രൂപയേ ഉള്ളൂ. മെർമെയ്ഡ് ഷോ ഉണ്ട്. മെർമെയ്ഡ് കുറേ നേരം മുകളിൽ പോയിട്ട് ഷോസൊക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് താഴെ വന്നിട്ട് ഷോ ചെയ്യുന്നത്.
ഭയങ്കര തിരക്കുണ്ട്. അതിൻ്റെ ഇടയിലൂടെ ഇതൊക്കെ സൂം ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ മെർമെയ്ഡ് ഷോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോഴേക്കും ഭയങ്കര തിരക്കായി. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇനി വെള്ളച്ചാട്ടമുണ്ട്. ഇനിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ട് പോയോ കേട്ടോ. ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് മാലയും പിന്നെ ഒരു കോമ്പും മിററും കൂടിയുള്ള ഒരു പെന്നും. അപ്പോൾ എനിക്ക് നല്ല ക്യൂട്ടാണ് കാണാൻ. കുറോമി തീമിലാണ് വന്നിട്ടുള്ളത്. പിന്നെ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലാക്ക് കുപ്പിയോളയും കൂടിയാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും